നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് അവസാനിച്ചു. അങ്ങനെ സ്പെയിന് അർഹിച്ച കിരീടവും കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലാണെങ്കിൽ അർജൻറ്റീനയ്ക്ക് നിരവധി ആരാധകരുള്ളതാണ്. അർജൻറ്റീനയായിരുന്നു ഇതുവരെ ലോക ചാമ്പ്യന്മാർ. അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിലും എത്തിയിട്ടുണ്ട്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. പക്ഷേ ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് നേടുക എന്നുള്ള റെക്കോർഡ് ബ്രസീലും ഇറ്റലിയും തന്നെ അങ്ങനെ കൈവശം വെക്കുകയാണ്. അപ്പോൾ ഇനി അർജൻറ്റീന ടീമിലൊരു ട്രാൻസിഷൻ്റെ സമയമായിരിക്കും മിക്കവാറും. അർജൻറ്റീനയുടെ ഭാവി എന്ത്, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. അർജൻറ്റീന ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയത് 1986-90 വേൾഡ് കപ്പുകളാണ്. 86 അവർ കിരീടം ചൂടി, 90 ഇതേപോലെ തന്നെ ഫൈനലെത്തിയിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒറ്റ ഗോളിന് ജർമ്മനിയോട് തോറ്റ് പരാജയപ്പെട്ടു. പിന്നെ ഒരു നീണ്ട ഡ്രൗട്ടാണ്. 36 കൊല്ലം വേണ്ടി വന്നു വേൾഡ് കപ്പ് ഒന്ന് തൊടാൻ. അത്തരം ഒരു ഇരുണ്ട കാലത്തിലേക്ക് പോകുമോ, അതല്ല അർജൻറ്റീന ശക്തമായിട്ട് തിരിച്ചു വരുമോ? അർജൻറ്റീനയുടെ ഭാവി എന്താണ്? അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇനി പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. ട്രാൻസിഷൻ പീരീഡ്. ഇറ്റ് വിൽ ടേക്ക് ടൈം, സമയമെടുക്കും എന്തായാലും. നമ്മളിപ്പോൾ ബ്രസീൽ ഇപ്പോൾ നിലവിലിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു വിഷയമുണ്ട്. പക്ഷേ കമ്പയർഡ് ടു അർജന്റീന, ബ്രസീൽ ബെറ്റർ ഷേപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. പ്ലേയേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രൂപത്തിലാണ്. ഒരു ജെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീൽ നല്ല രീതിയിലുള്ള റിസൾട്ടുകളെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വേൾഡ് ഇതിൻ്റെ പ്രിവ്യൂ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏജിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അത്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പത്തിൽ നിന്ന് ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം അതേ പ്ലേയേഴ്സ് തന്നെയാണ് ഭൂരിപക്ഷം ഈ ടീമിലുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ നമ്മളൊരു ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്കൊക്കെ വരുമ്പോൾ മെസ്സി 42 കഴിഞ്ഞു. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയില്ല. 43 വയസ്സോളായി. ഒറ്റമണ്ടി പോലുള്ള പ്ലേയേഴ്സ് ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പ് തന്നെ അധികം കളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 30 വയസ്സിന് താഴെ വളരെ കുറഞ്ഞ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ നിലവിലുള്ളപ്പോൾ. അതന്നെ ഈ വേൾഡ് കപ്പിൽ അധികം പ്ലേയിങ് ടൈം ഒന്നും കിട്ടാത്ത നിക്കോ പാസ് പോലുള്ള പ്ലേയേഴ്സ്. എൻസോ ഫെർണാണ്ടസ് മാത്രമാണ് ഇപ്പം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ 30 താഴെ 29 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നത്. ബാക്കിയുള്ള ഹൂലിയൻ ആൽവാരസ് അടക്കം 30, അതിനപ്പുറം 32, 34, 36, 38 റേഞ്ചിലേക്കാണ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയും സാർ, ഈ പറയുന്ന പ്രായമൊക്കെ അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ അർജന്റീന താരങ്ങളുടെ പ്രായമാണ്. ഇപ്പോഴത്തെ പ്രായമല്ല. 4 വർഷം കൂടി കഴിയുമ്പോൾ എന്ത് പ്രായമാവും എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അടുത്ത വേൾഡ് കപ്പ് എത്തുമ്പോഴേക്ക് ഉള്ള പ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷൻ ഞാൻ പറഞ്ഞു. ഈ ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദാഹരണം ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ പറഞ്ഞ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സ്കലോണി ഇപ്പോൾ ഒരു ടീം സെലക്ഷനെ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും ഒന്നുകൂടി ഒരു ബാലൻസ് കൊണ്ടുവരണമായിരുന്നു. യങ്ങർ ആയിട്ടുള്ള കൂടുതൽ പ്ലേയിങ് ടൈം കൊടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് കൊടുത്തിട്ട്, അല്ലേ? നമ്മളിപ്പോൾ ഈ പറയുന്ന ഇതിലുള്ള യങ്ങർ പ്ലേയേഴ്സ് തന്നെ ഇപ്പോൾ 20, 21, 22 കാറ്റഗറിയിലെ ഏജ് പ്ലേയേഴ്സ് ഒന്നും നമുക്ക് ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ പോലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സാർ പറഞ്ഞ കാര്യം എന്താ അറിയോ, നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ഡിസ്കഷനുകളിൽ ഇത് പറഞ്ഞിരുന്നു. മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവാണ്, ടീമിൽ യങ് പ്ലേയേഴ്സിനെ വേണ്ട വിധത്തിൽ മിക്സ് ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പല സുഹൃത്തുക്കളും കമൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഈ വേൾഡ് കപ്പിൻ്റെ കാര്യം പറയും, അടുത്തത് പിന്നെ എന്നുള്ളത്. ഇതായിരുന്നു നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്ന ഒരു ദുരന്തം. അതാണ് ഈ ട്രാൻസിഷൻ പീരിയഡ്. ഇത് വളരെ ഡിഫിക്കൽട്ട്. ഇനി നോക്ക്, നിങ്ങൾ സ്കലോണിയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉണ്ടായത് 2018 ത്രൂ ഇങ്ങോട്ട് 2022, 26 വരെയുള്ള കോച്ച് എന്ന് പറയുന്നത്. ഈ സ്കലോണി ഇവിടുന്ന് വിട്ടിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ അർജന്റീന ഒരു അവസ്ഥ എന്തായിരിക്കും? സ്കലോണി ഡിസംബറിന് ശേഷം തുടരാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഡിസംബർ വരെയാണ് അത് കോൺട്രാക്ട് ഉള്ളത്. അതിനുശേഷം തുടരാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രൊജക്റ്റ്, പുതിയ കോച്ച് എന്ന് പറയുന്നത് ആ ഒരു പുതിയ ടീം ഡെവലപ്പ് ചെയ്ത് അവരെ ഒരു ജെല്ലാക്കി, യൂണിറ്റാക്കി, ഒരുമിച്ച് കളിപ്പിച്ച്, എസ്പെഷ്യലി ക്ലബ്ബ് തലത്തിലായിരിക്കും ഈ പ്ലേയേഴ്സൊക്കെ കൂടുതൽ കളിക്കുക. ഇൻ്റർനാഷണൽ തലത്തിൽ ടീമുകൾ കൊണ്ടുവരുന്ന മത്സരങ്ങളൊക്കെ ഫ്രണ്ട്ലി കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ വളരെ കുറവായിരിക്കും വരുന്നത്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. പിന്നെ റിസൾട്ട് കൊണ്ടുവരണം ടീമിനെ. നമുക്ക് പറയാം, നമുക്ക് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1986 അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇതേപോലെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ടൈം കടന്നു പോയിരുന്നു. 90ലേക്ക് എത്തിയപ്പോൾ തന്നെ മറഡോണ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആങ്കിൾ ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ടീം ഒരു ഏജിങ് ഗ്രൂപ്പായിരുന്നു, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അർജന്റീനക്ക് ഒരുപാട് പ്ലേയേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ട രീതിയിൽ റിസൾട്ട് 1993 കോപ്പ അമേരിക്ക നേടിയതിന് ശേഷം 28 വർഷത്തിന് ശേഷമാണ് 2021 കോപ്പ അമേരിക്ക നേടുന്നത്. 28 വർഷത്തെ ഒരു ഡ്രോട്ടാണ് ഉണ്ടായിരുന്നത്. 2014 വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയിട്ടുണ്ട്
ശരി തന്നെയാണ്. അതേപോലെ കോപ്പ അമേരിക്ക ഫൈനലിലേക്ക് എത്തിയിട്ട് പക്ഷെ കിരീടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മെസ്സി വന്നതിന് ശേഷം ഉണ്ടായിരുന്ന സ്വാഭാവികമായിട്ട് അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, മെസ്സി ഇറ ആരംഭിച്ചതിന് ശേഷമുള്ള. പക്ഷെ അതിനിടയിൽ ഇതേപോലെ തന്നെ എന്താ പറയുന്ന ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിപ്പോൾ എന്ന് പറയുന്ന അനുഭവിക്കുന്നത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് അർജന്റീന കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു ടൈം എടുക്കും ഒരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതിൽ യാതൊരു സംശയം. സാറി പറഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് വമ്പൻ താരങ്ങൾ ഉണ്ടായിട്ടും കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല. നമ്മളെ ബാറ്റിസ്റ്റൂട്ട, പിന്നെ ക്രെസ്പോ, യെസ്, ഇങ്ങനെ ഉണ്ടായ താരങ്ങൾ. ഇത് മാത്രമല്ല എനിക്ക് തോന്നേണ്ടത് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇല്ലേ ടീമുകളെ നമ്മൾ ഒരുപാട് ഫാൻ ബേസ്, ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും വെച്ചെങ്കിൽ താരങ്ങൾ തന്നെയാണ്. ആ താരങ്ങളെ ഐഡലൈസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളൊക്കെ തുടക്കത്തിൽ നമ്മൾ മറഡോണ അല്ലെങ്കിൽ അർജന്റീന ഇൻസ്പയർഡ് മറഡോണ എന്ന് പറയുന്ന പ്ലെയർ, അതേപോലെ തന്നെ നമ്മൾ പെലെയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പെലെയുടെ കളികൾ കണ്ടിട്ടില്ല. അതിനുശേഷം അപ്പോൾ സ്വാഭാവികമായിട്ട് പറയാം അർജന്റീനയോടൊക്കെ ഇഷ്ടം വരാനുള്ള കാരണം അല്ലെങ്കിൽ ഓരോ ടീമിനോട് ഇഷ്ടം വരാനൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞാൻ അർജന്റീന തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ എന്ന് പറയുന്നത് അർജന്റീന മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്ലെയർ അല്ല. അപ്പോൾ ഏത് ടീമാണോ നന്നായിട്ട് കളിക്കുന്നത്, ഫ്രാൻസ് ആണെങ്കിൽ, സ്പെയിൻ ആണെങ്കിൽ, നെതർലാൻഡ്സ് ആണെങ്കിൽ, ബ്രസീൽ ആണെങ്കിൽ, അർജന്റീന ആണെങ്കിൽ ഒക്കെ എല്ലാ ടീമിനും ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റും. ആ രീതിയിൽ കളിക്കാൻ പറ്റും. ഒന്നുകൂടി ഒബ്ജക്റ്റീവായിട്ട് കളിയെ സമീപിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ഓരോ ടീമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ടീമിൽ ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിക്കുന്ന വളരെ ഐഡൽസ് ഉള്ളത്, അവരുടെ ഐഡൽസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അർജന്റീനയെ ഇഷ്ടപ്പെടുന്നവർ ഒരു കാലഘട്ടത്തിൽ മറഡോണ, പിന്നെ അതിനുശേഷം ത്രൂ മെസ്സിയിലേക്ക് വരുന്നവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് താരങ്ങൾ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ബാറ്റിസ്റ്റൂട്ട് ഉണ്ടായിരുന്നു, ക്രെസ്പോ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ റിക്വൽമി വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒർട്ടേഗ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിന് അവരെങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മെസ്സിയിലേക്ക് എത്തുന്നത്. ഒരു 2005-2006 എത്തിയപ്പോഴാണ് മെസ്സി ഒരു കാലഘട്ടം വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കാരണം അതായത് അർജന്റീന ഫാൻസിന് അർജന്റീന ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്, റീസൺസ് ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ വന്നു. ഇതുവരെ ഈ ഒരു ടൈം വരെ ഈ വേൾഡ് കപ്പ് വരെ മെസ്സി ഉണ്ട്, മെസ്സി ഫാക്ടർ അവിടെ ഉണ്ട് അല്ലെ എന്നുള്ളതാണ്. പറയുമ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലൊന്നും കളിക്കുന്നൊന്നുമില്ല, ബാഴ്സലോണയിലൊന്നല്ല കളിക്കുന്നത്, പക്ഷെ കളിക്കുന്നത് ഇന്റർ മയാമിൽ അവിടെയാണ് പോയിട്ടാണ് കളിക്കുന്നത്. പക്ഷെ സ്റ്റിൽ എന്നിട്ടും മറഡോണ മെസ്സി എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായത് കൊണ്ട് അർജന്റീന ആ ഒരു വികാരം ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നത് അടുത്ത വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ അർജന്റീന ഇതേപോലെ തന്നെ ഫാൻ ബേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എടുത്തു കാണിക്കാൻ ഈ വേൾഡ് കപ്പിൽ അർജന്റീനക്ക് എടുത്തു കാണിക്കാൻ അതേപോലെ തന്നെ ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് മെസ്സി എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ വികാരത്തിന്മേ എത്ര നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ പറയുക, ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള, നമ്മളിപ്പം വിഷയം നമുക്ക് അർജന്റീന ആണെങ്കിലും നാട്ടിലെ ഫാനിസം കൂടി എന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ആളുകൾ ഇപ്പം പെലെയെ കണ്ടവർ പിന്നെ സ്ഥിരമായിട്ട് ഇനി പെലെ പോയാലും ആര് പോയാലും ഇങ്ങനെ ബ്രസീൽ ഫാൻസായിട്ട് അങ്ങനെ പോകുന്നു. ഞാൻ 98 റൊണാൾഡോ നസാരിയോയുടെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു, ബ്രസീൽ ഫാൻ ആവുന്നു. പിന്നെ നമ്മൾ അങ്ങനെ റൊണാൾഡോ പോയാലും ആ ഒരു ഇഷ്ടത്തിൽ അങ്ങനെ പോവാണ്. അപ്പോൾ മെസ്സിയെ കണ്ട ഇപ്പോഴുള്ള ജനറേഷൻ സ്വാഭാവികമായിട്ടും അർജന്റീന ഫാൻസായിട്ട് പോകും. ഇനി പുതുതായിട്ട് വരുന്നവർക്ക് മുമ്പിൽ ആര്? അതാണ് ചോദ്യം. അതേപോലെ തന്നെ അതായത് മുമ്പത്തെ തലമുറ, നമ്മുടെ മുൻപുള്ള തലമുറകളൊക്കെ കൂടുതലായിട്ടും ബ്രസീലായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാ വെച്ചെങ്കിൽ പെലെയുടെ പെർഫോമൻസും പെലെയെ കുറിച്ചുള്ള കേട്ടറിവുകളൊക്കെയാണ്. നമ്മുടെ ലൈവായിട്ടുള്ള കളി കാണുന്ന സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ കീസിക്കോ പോലെയുള്ള, ഗാരിഞ്ചെ പോലെയുള്ള പ്ലേയേഴ്സ്, ഇവരെ കുറിച്ചുള്ള കേട്ടറിവുകളും അതിലൂടെ ഒക്കെ അറിഞ്ഞിട്ട് അപ്പൊ ബ്രസീൽ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മളിവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിലും എസ്പെഷ്യലി നമ്മുടെ മലബാർ റീജിയനൊക്കെ നോക്കുകയാണെങ്കിൽ, ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ അർജന്റീന അതിനെ മറികടന്നില്ലേ. ഇപ്പൊ ഫാൻ ബേസ് നോക്കുകയാണെങ്കിൽ ബ്രസീലിനേക്കാളും കൂടുതൽ റൈവൽറി ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ ഉണ്ട്. ഇനി നമ്മൾ പോർച്ചുഗലിലേക്ക് വരിക. ജസ്റ്റ് പോർച്ചുഗൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്യാൻ തുടങ്ങി 2002 മുതലാണ്. അതിനിടയിലൊക്കെ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. അന്ന് പോയിക്കൊണ്ടിരുന്ന വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത ടീമാണ് പോർച്ചുഗൽ. 2002 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട്, ഫിഗോയുടെ കാലഘട്ടം മുതൽ, ക്രിസ്ത്യാനോയുടെ കാലഘട്ടം എന്ന് പറയാം 2006 ക്രിസ്ത്യാനോയുടെ തുടക്കമാണ് വരുന്നത്. അപ്പൊ അതിന് മുമ്പ് 2002 മുതൽ പോർച്ചുഗൽ തുടങ്ങിയിട്ടുണ്ട്, കാലഘട്ടം മുതൽ കൺസിസ്റ്റന്റ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പോർച്ചുഗലിനെ, പക്ഷെ അന്നൊന്നും നമ്മൾ ഈ തുടക്കത്തിൽ 2010 വരെ പോർച്ചുഗൽ ഇത്രമാത്രം ഇല്ല, ഫാൻ ബേസ് ഇല്ല. വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പറയുന്ന യൂറോപ്പിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ
ബ്യൂട്ടിഫുൾ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന ഇപ്പൊ വേൾഡ് ചാമ്പ്യൻസ് ആയിട്ടുള്ള സ്പെയിനിന് പോലും ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും ഇല്ല, ഇംഗ്ലണ്ടിനുണ്ടോ ഇല്ല, നെതർലാൻഡ്സ് എത്ര ഭംഗിയുള്ള ഫുട്ബോൾ കളിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ മറികടന്ന് വരുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് ആ ടീമിന് ഇതേപോലുള്ള ഒരു പ്ലേയേഴ്സിനാണ് അവരിന്ന് ഇത് ഐഡലൈസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വരുന്ന ലൈഫിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോഴും നെതർലാൻഡ്സിന് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ന്യൂനപക്ഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അർജന്റീനയുടെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ അർജന്റീനയുടെ മുന്നിൽ ഞാൻ വിചാരിക്കുന്നത് 2 വഴികളാണ്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ അർജന്റീനയുടെ തന്നെ വഴി, 86 കിരീടം, 90 ഫൈനലിസ്റ്റുകൾ, പിന്നെ 10-36 കൊല്ലം കപ്പില്ലാതെ. അല്ലെങ്കിൽ ബ്രസീലിൻ്റെ വഴി എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ 94 കിരീടം, 98 ഫൈനലിൽ തോറ്റു, 2002 വീണ്ടും കിരീടത്തിലേക്ക് പോയി. അത് 94 ബ്രസീൽ ടീമിൻ്റെ ഏതാണ്ട് കോറിലുള്ള കുറേ ആളുകൾ 98 ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ടഫ്രയിൽ ദുങ്ക, അന്ന് ഫൈനലിൽ കളിച്ച കാഫു, റൊണാൾഡോ നസാരി അന്ന് ടീമിലുണ്ട്, കളിച്ചിട്ടില്ലെങ്കിലും ആളുണ്ട്, ലിയനാർഡോ, അങ്ങനെയുള്ള താരങ്ങളൊക്കെ അവർ 98 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നൊരു ട്രാൻസിഷൻ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ട് ബ്രസീൽ 2002 കപ്പടിക്കുന്ന കണ്ട്. റൊണാൾഡീഞ്ഞോ, നമ്മുടെ റോബർട്ടോ കാർലോസും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ചേർന്ന് കഫുവും റൊണാൾഡോയും റിവാൾഡോയും എല്ലാം വരുന്ന ഒരു ടീമായിട്ട് മാറി. ഒന്നുകിൽ അർജന്റീനയ്ക്ക് അങ്ങനെ മാറാം. അതിന് ഉള്ളൊരു സാധ്യതയാണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. കാരണം മെസ്സി എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ല. മേ ബി 1-2 കൊല്ലം കൂടി മാക്സിമം കളിച്ചേക്കാം വേണമെങ്കിൽ, നിർബന്ധിച്ചാൽ. അതല്ല ഇനിയിപ്പോൾ ആൾ നാളെ തന്നെ ഞാൻ വിരമിക്കുക എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം എല്ലാം നേടിക്കഴിഞ്ഞ മനുഷ്യന് ഇനി മുമ്പിലൊരു പർപ്പസ് പ്രത്യേകിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് വഴിയായിരിക്കും അർജന്റീന എന്നാണ് സാധിച്ചത്? ഇതിലൊരു ഡിഫറൻസ് കാണുന്നത്, ബ്രസീലും അർജന്റീനയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീൽ എക്കാലത്തും ഓരോ ടൂർണമെന്റ് വരുമ്പോൾ ഇതേപോലെ തന്നെ ഈ പ്രൊഡീജിയസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഓരോ കളി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേപോലെ അർജന്റീനക്ക് ഇതുപോലെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ വരുന്നത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഐക്കൺസ് തന്നെയാണ്. ഇപ്പൊ മെസ്സി എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രസീലിനെ പോലെ റീസെന്റ് അതേപോലെ പ്ലെയറിനെ എടുത്തി കാണിക്കാനില്ലല്ലോ. ബ്രസീലിൽ തന്നെ ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ എസ്റ്റവായോ പോലുള്ള ആള് പരിക്കുപറ്റിയോണ്ട് കളിക്കാറുള്ളതാണ്. അതേപോലെ പ്ലേയേഴ്സ് ഇല്ല. അപ്പൊ ബ്രസീലിന് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അതൊരു പഞ്ഞുണ്ടാവാറില്ല എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ വരുമ്പോൾ. പക്ഷെ അവരുടെ വിഷയം ആ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കിരീട നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിനിടയിലൊക്കെ വരികയാണെങ്കിൽ 86 നല്ല ടീമായിരുന്നു. കളിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ടീമായിരുന്നു. 86 82 നല്ല ടീം തന്നെയായിരുന്നു. പിന്നെ അതിലേക്ക് പറയാം 90 വരുമ്പോ ബ്രസീൽ നല്ല ടീമായിരുന്നില്ല. റൗണ്ട് ഓഫ് 16 നമ്മൾ അർജന്റീന ഇട്ട് തോറ്റിട്ടാണ് അന്ന് വലിയ കരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവരുടെ ഒരു ഫൈനൽ ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. പക്ഷെ ഇത് 94 എത്തിയപ്പോഴേക്കും വളരെ പെട്ടെന്ന് ആ ട്രാൻസിഷൻ പീരീഡ് ഓവർകം ചെയ്തു. നല്ല രീതിയിലുള്ള പ്ലേയേഴ്സിനെ അവർ പ്രൊഡ്യൂസ് ചെയ്തു. 94 വന്നപ്പോൾ നമ്മള് ബെബറ്റോ റൊമാരിയോ സഖ്യമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. റൊണാൾഡോ അവിടെ ഉണ്ട്, പക്ഷെ കളിച്ചിട്ടില്ല. ഒരു കളിയിൽ സ്ക്വാഡിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അഗൈൻ 98 അവര് 94 കിരീടം നേടുന്നു. 98 വന്നപ്പോൾ റൊണാൾഡോ പീക്കിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ പിന്നെ അതെ 2002 വരുമ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് റൊണാൾഡീഞ്ഞോ, റിവാൾഡോ അല്ലെ, ഇതേപോലെ റോബർട്ടോ കാർലോസ്, ഇതേപോലുള്ള ഓരോന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2006 ഇതേപോലെ തന്നെ ക്വാർട്ടർ ഫൈനലില് ഫ്രാൻസിസ് സിദാന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് മുന്നിൽ തോറ്റതാണ്. കാര്യമാണ്. അതൊരു വല്ലാത്ത ടീമായിരുന്നു. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ അവിടുത്തെ പ്രാദേശിക ലീഗുകൾ നോക്കിയാൽ ബ്രസീലിൻ്റെ ലീഗാണ് അവിടുത്തെ ഏറ്റവും മികച്ചത്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ കഴിഞ്ഞാൽ പിന്നെ പോപ്റ്റോ ഒക്കെ റാങ്കിങ് ഇടുമ്പോൾ 6-മോ 7-മോ ബ്രസീൽ ഹീറോ സിരിയ ഉണ്ട്. അതല്ല അർജന്റീന പ്രീമിയർ ഡിവിഷൻ്റെ അവസ്ഥ. പിന്നെ കൂടുതൽ മണി ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രസീലിയൻ ലീഗിലേക്ക് വരുന്നുണ്ട്. അത് അർജന്റീന ലീഗിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ഇവിടെ ഈ ആവേശത്തിൽ അർജന്റീന ദേശീയ ടീമിനെ മാത്രം ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേസമയം ലാറ്റിൻ അമേരിക്കൻ ടീമുകളെ കൃത്യമായി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. കോപ്പ ലിബർട്ടഡോറസിലെ റിസൾട്ടുകൾ എടുത്തു നോക്കിയാൽ മതി. കോപ്പ ലിബർട്ടഡോറസ് എന്ന് പറഞ്ഞാൽ നമ്മളെ യൂറോപ്പിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തുല്യമായിട്ടുള്ള അവിടുത്തെ ടൂർണമെൻറ്റാണ്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സമീപകാലത്തെ ചാമ്പ്യന്മാരും ഫൈനലിലേക്ക് എത്തുന്ന ടീമുകളുടെ സ്ഥിരമായിട്ടുള്ള എണ്ണവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ബ്രസീലിയൻ ഫുട്ബോൾ എവിടെ നിൽക്കുന്നു, അർജൻറ്റീൻ ഫുട്ബോൾ എവിടെ നിൽക്കുന്നു. അത് അവിടുത്തെ അസോസിയേഷനുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് കൂടിയാണ്. അത് എങ്ങനെ മറികടക്കുന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇപ്പം വേണ്ട, യൂറോപ്പ് കളിക്കുന്ന ഈ അർജൻറ്റീന ബ്രസീൽ താരങ്ങളെ നോക്കിയാൽ തന്നെ മതി. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചതിൽ ഒറ്റ അർജൻറ്റീന പ്ലെയർ പോലും ഇല്ല എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിൽ ഇപ്പോൾ മസ്റ്റൻഡൂനോ ഉണ്ട്. പക്ഷെ മസ്റ്റൻഡൂനോ ആ പറയുന്ന ഒരു ഹൈപ്പിനനുസരിച്ച് അദ്ദേഹം പ്രകടനം നടത്തിയിട്ടുള്ള ചോദ്യമാണ്. എച്ചുവേരിയും മസ്റ്റൻഡൂനൊക്കെയാണ് സമീപകാലത്ത് അർജൻറ്റീന ആരാധകർ ഉയർത്തി കാണിച്ചിരുന്ന താരങ്ങൾ. രണ്ടുപേരും ഇപ്പോൾ അതിനനുസരിച്ചുള്ള പ്രകടനം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ബ്രസീലിൻ്റെ ഭാഗത്ത് എസ്റ്റോവായ പോലെയുള്ള യുവതാരങ്ങൾ നല്ല രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരുന്നുമുണ്ട്. അപ്പം ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ എങ്ങനെ അർജൻറ്റീന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് കാണേണ്ടത്. മെസ്സി പോകുമ്പോൾ ഒരു ശൂന്യതയാണ് അല്ലേ, ഒരു വലിയ ശൂന്യത. ആ ഗ്യാപ്പ് എങ്ങനെ അടക്കുന്നതാണ്? ആ ഗ്യാപ്പ് മെസ്സിയെ പോലുള്ള പ്ലെയറുടെ ഒരു ശൂന്യത നികത്തുക എന്ന് പറയുന്നത് നമുക്ക് അതിൽ അർജൻറ്റീനയെ സംബന്ധിച്ചുള്ള നമ്മൾ ഈ പറയുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇടക്കാലത്ത് നമുക്ക് ഒരു പ്രതിഭ അറ്റ്ലീസ്റ്റ് മെസ്സിയുടെ താഴെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ താഴെ നിൽക്കുന്നതാണെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊഡിജീനെ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിക്കോബാസിനെ കൊണ്ട് കഴിയുമെന്ന് പലരും പറയുന്നു. പക്ഷേ അത്രത്തോളം അദ്ദേഹം ഗ്രൂപ്പ് സ്റ്റേജിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. ഇതേപോലെ നമ്മൾ അതിനുള്ള ഒരു ആക്ച്വലി എന്താ പറയുക, ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള രീതിയിലേക്ക് സ്കലോണി പോയില്ല ഗ്രൂപ്പ് സ്റ്റേജിൽ എന്നുള്ളതാണ്. എസ്പെഷ്യലി ആദ്യ മത്സരമൊക്കെ നമ്മൾ നല്ല രീതിയിൽ മാർജിനിലൊക്കെ വിജയിച്ചാണ്. ഗ്രൂപ്പ് 2 മത്സരം കഴിഞ്ഞ ശേഷം ഇവരൊക്കെ പരീക്ഷ നല്ല രീതിയിലൊക്കെ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടൊക്കെ ഇറക്കാനൊക്കെ ഉപയോഗിക്കാമായിരുന്നു. ചെറിയ അവസരങ്ങൾ മാത്രം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആക്ച്വലി നമ്മൾ റെവല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ചില നമ്മൾ പോർച്ചുഗലുമായി റോബർട്ടോ മാർട്ടിൻസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എപ്പോഴും നമ്മളൊരു റെഫറൻസിന് വേണ്ടി പറയുന്നതാണ്. ഇതൊക്കെ റെഫറൻസിന് വേണ്ടി പറയാണ്. ചില കോച്ചുമാർ ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കലോനി ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 2008 മുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് അർജന്റീന ടീമിലെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ആ ടീമിനെ ഒരു ബോണ്ടോ റാപ്പ് കൊണ്ടുവരുന്നതിൽ, ഇമോഷണൽ ബോണ്ടോ കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായിട്ട് സ്വാധീനം ചെലുത്തിയ ഒരു കോച്ച് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ട്രാൻസിഷൻ പീരിയഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് കൂടി ഒരു കോൺഷ്യസ്നെസ് വേണമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അർജന്റീൻ ഫുട്ബോളിന് സംഭവിക്കാൻ പോകുന്നത് എന്ന്. പിന്നെ അത് അർജൻറ്റീനയാണ്, അങ്ങനെ അങ്ങ് തീരുമൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിശക്തമായിട്ട് തിരികെ വരും. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകൾക്കും ഒരു ട്രാൻസിഷൻ പീരീഡൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു 8 കൊല്ലക്കാലം ഒരു കോച്ച് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ വാർത്തെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ, അതൊരു ഫാമിലി ആയിട്ട് രൂപാന്തരപ്പെട്ട ഒരു ടീമാണ് ഉണ്ടായിരുന്നത്. അതങ്ങ് പല വഴിക്ക് പിരിയുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവും. മെസ്സിയെ പോലുള്ള ഒരു ഐക്കോണിക് പ്ലെയർ പടിയിറങ്ങുമ്പോൾ ഒരു ശൂന്യത ഉണ്ടാവും. അത് ഇന്നോ നാളെയോ പടിയിറങ്ങുന്നില്ല. അടുത്ത വേൾഡ് കപ്പിൻ്റെ സൈക്കിളിൽ എന്തായാലും ഇവരൊക്കെ കൊഴിഞ്ഞു പോകും, പതിയെ അങ്ങ് കൊഴിഞ്ഞു പോകും. സോ അതിനുശേഷം അടുത്ത വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർജൻറ്റീന എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ട്രാൻസിഷൻ പീരീഡ് നല്ല രൂപത്തിൽ അർജൻറ്റീനയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.